ബീഹാറിൽ നിതീഷ് സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച JDU-വും BJP-യും മന്ത്രിസ്ഥാനം തുല്യമായി പങ്കിടാനാണ് ആലോചിക്കുന്നത്. സ്ഥാനമൊഴിയുന്ന സർക്കാരിൻ്റെ അവസാനത്തെ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. രാഗേഷ് ആണ് ചേരുന്നത്. രാഗേഷ്, അവസാനത്തെ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നു. ഗവർണർക്ക് കത്ത് നൽകുന്നു. അതിനുശേഷം മന്ത്രിസഭാ രൂപീകരണ അവകാശവാദം ഉന്നയിക്കുന്നു. അങ്ങനെയുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ. അതിനൊക്കെ അപ്പുറത്ത് ഈ മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകും, മന്ത്രിമാരുടെ എണ്ണം എങ്ങനെയാകും, വകുപ്പുകൾ ആരൊക്കെ തീരുമാനിക്കുന്നു, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഇവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP മാറിയ പശ്ചാത്തലത്തിൽ അവർ കൂടുതൽ ക്ലെയിമുകൾ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ടോ? പ്രധാനപ്പെട്ട വകുപ്പുകൾ, അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ, സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ രാഗേഷ്? അഭിലാഷ്, പ്രാഥമിക ചർച്ചകൾ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് രണ്ടു പാർട്ടികളും മന്ത്രിസ്ഥാനവും തുല്യമായി പങ്കിടും എന്നാണ്. കാരണം 101 സീറ്റിലാണ് രണ്ടു പാർട്ടികളും മത്സരിച്ചത്. പക്ഷേ BJP-ക്ക് 89-ഉം JDU-വിന് 85-ഉം MLA-മാരാണുള്ളത്. നിലവിലെ ധാരണ പ്രകാരം പ്രാഥമിക ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്, അതായത് മന്ത്രിസ്ഥാനം 15 വീതം മന്ത്രിമാർ രണ്ടു പാർട്ടികളും പങ്കിടുമെന്നാണ്. BJP-ക്ക് 15 മന്ത്രിമാർ, അതിലൊന്ന് ഉപമുഖ്യമന്ത്രിയായിരിക്കും. മറ്റൊന്ന് JDU-വിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിതീഷ് കുമാർ അടക്കം 15 മന്ത്രിമാർ എന്നാണ്. പക്ഷേ BJP-ക്ക് ചില താല്പര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് കൂടുതൽ MLA-മാർ ഇത്തവണയുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രിസ്ഥാനം കൂടുതൽ വേണമെന്നൊരു ആവശ്യം BJP-ക്കുള്ളിലുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ 16-14 എന്ന രീതിയിലും മന്ത്രിസ്ഥാനം വിഭജിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും അത്തരം ചർച്ചകളിലേക്ക് ഇപ്പോൾ കടന്നിട്ടില്ല. നേതാക്കൾ ഇതിനോടകം തന്നെ ഡൽഹിയിലും പട്നയും കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ചകൾ നടത്തി വരികയാണ്. മുന്നണിയിൽ മൊത്തം 5 പാർട്ടികളുണ്ട്. അതിൽ തന്നെ LJP-ക്ക് 19 MLA-മാരുണ്ട്. അവർക്ക് 3 മന്ത്രിസ്ഥാനം നൽകാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇത് കൂടാതെ HAM-നും RLM-നും ഓരോ മന്ത്രിസ്ഥാനം കൂടി നൽകും. ഇതാണ് പ്രാഥമിക ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഏതായാലും വീണ്ടും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ഇന്ന് ഏതായാലും 11:30-നാണ് നിലവിലെ സർക്കാർ, സ്ഥാനമൊഴിയുന്ന സർക്കാരിൻ്റെ അവസാനത്തെ മന്ത്രിസഭാ യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം നിതീഷ് കുമാർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും, രാജി സമർപ്പിക്കും. ഇന്ന് വൈകിട്ട് JDU-വിൻ്റെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നുണ്ട്. നാളെ NDA-യുടെ നേതാവായും നിതീഷിനെ തെരഞ്ഞെടുക്കും. അങ്ങനെ വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ നേതൃത്വം എത്തിയിട്ടുള്ളത്. ഗാന്ധി മൈതാനത്ത് വിപുലമായ പരിപാടികളോടുകൂടി തന്നെ സത്യപ്രതിജ്ഞ നടത്താനാണ് ഇപ്പോൾ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ എത്തുകയും ചെയ്യും. ഏതായാലും ഈ വകുപ്പുകൾ ഏതൊക്കെ സംബന്ധിച്ച് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ LJP-ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാനുള്ള സാധ്യതയിലേക്കും കാര്യങ്ങൾ പോകുന്നുണ്ട്. കാരണം 19 എന്ന് പറയുന്ന നമ്പർ അത് നിർണായകമാണ്. സ്വാഭാവികമായും ചിരാഗ് പാസ്വാന് BJP നേതൃത്വവുമായും അടുത്ത ബന്ധമുണ്ട്. അതുകൂടി കണക്കെടുത്തുകൊണ്ട് അത്തരമൊരു പരിഗണന ഒരുപക്ഷെ LJP-ക്ക് നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അഭിലാഷ്. യെസ്, ഇതാണ് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. എന്തായാലും വലിയ തർക്കങ്ങൾ ഒന്നുമില്ലാതെ തന്നെ മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്നാണ് അറിയുന്നത്. ഒപ്പം വലിയ ആഘോഷമായിട്ടായിരിക്കും മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് NDA-യുടെ സത്യപ്രതിജ്ഞയ്ക്കായി താൻ വീണ്ടും വരും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കലാശക്കൊട്ടിൽ സീതാഗഡിൽ പറയുകയും ചെയ്തതാണ്. അതുകൊണ്ട് കേന്ദ്ര മന്ത്രിമാർ, ഒപ്പം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അങ്ങനെയൊക്കെയുള്ള വലിയ നിര തന്നെ ആ ചടങ്ങിനുണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ഇങ്ങനെ വലിയ ആഘോഷത്തിൽ തന്നെയാണ് NDA എങ്കിൽ മറുഭാഗത്ത് വലിയ പ്രതിസന്ധിയാണ് തുടരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം തന്നെ ഈ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിൻ്റെ യോഗം നടന്നിരുന്നു. ഇപ്പോഴിതാ ലാലു കുടുംബത്തിൽ തർക്കം അതിരൂക്ഷമാവും.